ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് പീരിയോഡിക് ടേബിളിലെ എസ്, പി, ഡി, എഫ് ബ്ലോക്സ്, അങ്ങനെ നമ്മൾ എലമെന്റ്സിനെ 4 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ആ ഒരു ക്ലാസിഫിക്കേഷനിലോട്ടാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പീരീഡ്സിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസും അതുപോലെ ഗ്രൂപ്പ് വൈസ് ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസും കണ്ടു. ഓക്കെ, ഇന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് എസ്, പി, ഡി, എഫ് ബ്ലോക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ ഉള്ള 118 എലമെന്റ്സിനെ നമ്മൾ 4 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പൊ എന്തിന്റെ ബേസിസിലാണ് ഒരു ബ്ലോക്ക് വൈസ് ഡിവിഷൻ വരിക, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഒരു വെർട്ടിക്കൽ കോളത്തിൽ നമ്മൾ താഴോട്ട് എഴുതുകയല്ലേ, അതിനെ നമ്മൾ ഒരൊറ്റ ഗ്രൂപ്പ് ആയിട്ടാണ് പറയുക, അല്ലെങ്കിൽ അവരെ ഒരു ഫാമിലി ആയിട്ട് പറയാം. ഓക്കെ, വെർട്ടിക്കൽ കോളത്തിലുള്ള എലമെന്റ്സിനെ നമുക്കൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരെ ഒരു ഫാമിലി എന്ന് പറയാം. അപ്പൊ ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്തായിരിക്കും? സിമിലർ കെമിക്കൽ ബിഹേവിയർ ആയിരിക്കും. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം നമ്മൾ ഇന്നലെ കണ്ടു, അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എല്ലാവർക്കും എന്തായിരിക്കും? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഔട്ടർ ഷെല്ലിലുള്ളത്. ആ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കെമിക്കൽ ബിഹേവിയറും എന്താണ്? സെയിം ആണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സിമിലാരിറ്റിക്ക് കാരണം ഇലക്ട്രോൺസിന്റെ സെയിം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ സെയിം ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് സിമിലർ കെമിക്കൽ ബിഹേവിയർ എലമെന്റ്സിന് ഇൻ എ ഫാമിലി അല്ലെങ്കിൽ ഇൻ എ ഗ്രൂപ്പിൽ ഉണ്ടാവുക. അപ്പൊ നമ്മള് എലമെന്റ്സിനെ മെയിൻ ആയിട്ടും 4 ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാം. എലമെന്റ്സിനെ നമ്മൾ 4 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അത് എന്തിന്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാല്, അവരുടെ ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽ ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ അവരെ ഓരോ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ എസ് ബ്ലോക്കിന്റെ കേസിൽ അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 1s2 ആണെന്ന് വെക്കുക. അപ്പൊ അവരെ ലാസ്റ്റ് കംപ്ലീറ്റ് ഫിൽ ചെയ്യുന്നത് ഏതാണ്? എസ് എന്ന് പറഞ്ഞ അറ്റോമിക് ഓർബിറ്റലിലാണ് അവരുടെ ലാസ്റ്റ് ഇലക്ട്രോണിന്റെ ഫില്ലിങ് നടക്കുക. അതുകൊണ്ട് നമുക്ക് അവരെ എന്തെന്ന് പറയാം? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് പി ബ്ലോക്കിന്റെ കേസിൽ പറയുവാണെങ്കിൽ, പി ബ്ലോക്കിലെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2p2, അത് 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, 4, 5, അപ്പം ഏതായാലും ലാസ്റ്റ് np2 അല്ലെങ്കിൽ അപ് ടു np6 വരെ ടോട്ടൽ 6 ഇലക്ട്രോൺസ് നമുക്ക് എവിടെ ഫിൽ ചെയ്യാൻ പറ്റും? പി ഓർബിറ്റലിൽ ഫിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോണിന്റെ ഫില്ലിങ്സ് നടക്കുന്നത് എവിടെയാണ്? പി ഓർബിറ്റലിലാണ്. സോ അവരെ നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ടി ബ്ലോക്ക് എലമെന്റിലും എഫ് ബ്ലോക്ക് എലമെന്റിലും നമ്മൾ ഇന്നലെ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടു. അതിൽ ടി, അതായത് n-1 ടി ഓർബിറ്റൽസിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ട്. അവിടെ ഡി ഓർബിറ്റലിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് ഉള്ള ഇലക്ട്രോൺസ് എവിടെയാണ് ഫില്ല് ചെയ്യുക? ഡി ഓർബിറ്റലിലാണ് ഫില്ല് ചെയ്യുക. അതുകൊണ്ട് അവരെ നമ്മൾ എന്തെന്ന് പറയും? ടി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ അവിടെ നമ്മൾ n-2 എഫ് എന്നല്ലേ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇന്നലെ പറഞ്ഞത്. അപ്പൊ n-2 എഫിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺസിന്റെ ഫില്ലിങ്സ് നടക്കുക. സോ അവരെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. അപ്പം ഏത് ഓർബിറ്റലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ, അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, ആ ഓർബിറ്റലിന്റെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ബ്ലോക്ക് ആയിട്ട് ഇവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു കേസസിലെല്ലാം 2 എക്സെപ്ഷൻസ് ഉണ്ട്. 2 എക്സെപ്ഷൻസ് നമുക്ക് കാണാം. അതിലൊന്ന് ഹൈഡ്രജന്റെ കേസും ഒന്ന് ഹീലിയത്തിന്റെ കേസിലുമാണ് ഈ ഒരു എക്സെപ്ഷൻ കാണുക. ഹൈഡ്രജന്റെ അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s1 ആണ്. ലാസ്റ്റ് ഒരു ഇലക്ട്രോൺ ആണ് ഇവർക്കുള്ളത്. നമ്മുടെ ആൽക്കലി മെറ്റൽസ് ഉണ്ടല്ലോ, ഗ്രൂപ്പ് 1ലെ ആൽക്കലി മെറ്റൽസ്, അവരുടെയും എന്താണ് ഔട്ടർ ഓർബിറ്റലിൽ S1 എന്നാണ് നിൽക്കുക. അപ്പൊ നമ്മൾ ഓർക്കും ഹൈഡ്രജനെ നമുക്ക് ഗ്രൂപ്പ് 1ല് ആൽക്കലി മെറ്റൽസ് ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യത്തിന്റെ കൂടെ ഫില്ല് ചെയ്യാന്ന് ഓർക്കും. ഓക്കെ, ആ ഒരു ഗ്യാപ്പിൽ അവരെ, അതായത് ആ ഒരു ഗ്രൂപ്പിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാന്ന് ഓർക്കും. ഇനി നേരെ മറിച്ച് നമ്മൾ ഗ്രൂപ്പ് 17 നോക്കുവാണെങ്കിൽ, ഗ്രൂപ്പ് 17 നമ്മൾ പറയുന്നത് ഹാലോജൻസ് എന്നാണ്. ഹാലോജൻസ്, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അവർക്കൊക്കെ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ അതായത് ലാസ്റ്റ് np5 ആയിരിക്കും. അതായത് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അവരെന്താ? കംപ്ലീറ്റ്ലി സ്റ്റേബിൾ, കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആകും. np6 ആകും. അപ്പൊ അവര് എന്താണ്? സ്റ്റേബിൾ ആയി മാറും.
അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഈ ഹൈഡ്രജനും അതുപോലെ ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ 1s2 എന്നായിട്ട് അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആകാമല്ലോ. നമ്മുടെ ഹാലോജൻസിനെ പോലെ തന്നെ ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്താകാൻ പറ്റും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടാം. അപ്പൊ നമ്മൾ ഓർക്കും എന്നാ ഹൈഡ്രജൻ എവിടെയാ? ഗ്രൂപ്പ് 17 നമ്മുടെ ആരുടെ കൂടെയാണ്? ഹാലോജൻസിന്റെ ഫാമിലിയുടെ കൂടെ ഉൾപ്പെടുത്താം നമുക്ക് നമ്മൾ ഓർക്കും. ഓക്കെ, അപ്പം ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളെ എവിടെ നമ്മൾ ഒക്യുപ്പൈ ചെയ്യിക്കണം എന്നൊരു കൺഫ്യൂഷൻ വരും. ഒന്നെങ്കിൽ ഗ്രൂപ്പ് 1 ഒക്യുപ്പൈ ചെയ്യിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് 17 ഒക്യുപ്പൈ ചെയ്യിക്കാം. അങ്ങനെ ഏതായാലും ഒരാളെ തന്നെ 2 സ്ഥലത്ത് പോയി പ്ലേസ് ചെയ്യിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹൈഡ്രജനെ ഒരു ഇൻ ബിറ്റ്വീൻ, നമ്മുടെ ആ പീരിയോഡിക് ടേബിളിന്റെ നടുക്കായിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് മിഡിൽ പോർഷനിലാണ് ഈ ഹൈഡ്രജനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു എക്സെപ്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് ഒരു എക്സെപ്ഷന്റെ കേസ് നമ്മൾ പറയുന്നത് ഹീലിയത്തിന്റെ ആണ്. ഓക്കെ, ഹീലിയം എന്ന് പറയുന്നത് അവരുടെ അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 ആണ്. പക്ഷേ ഈ ഹീലിയത്തിന് നമ്മൾ ഇപ്പൊ 1s2 എന്നോർക്കും നമ്മൾക്ക് എസ് ഓർബിറ്റലിലല്ലേ ഇവരെ ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെയല്ലേ ഓർക്കുന്ന, ഇത് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് എസിലാണ്. സോ ഇവർ എസ് ഓർബിറ്റലിൽ വേണ്ടേ ഫില്ല് ചെയ്യാൻ. പക്ഷേ ഹീലിയം എന്ന് പറയുന്നത് പി ഓർബിറ്റലിലെ ഗ്രൂപ്പ് നമ്പർ 18 പോയി ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം ഈ ഹീലിയം എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് എന്ന് വെച്ചാൽ എന്താ? അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അതായത് അവര് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുകയല്ല. ഇപ്പൊ ഒരു ആറ്റം റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ ഒരു ആറ്റം ഇലക്ട്രോൺ നമ്മുടെ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ ഇലക്ട്രോൺ വേണ്ട കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഇലക്ട്രോൺ ലോസ് ചെയ്യേണ്ട കേസ് വരുമ്പോഴാണ് നമ്മുടെ ആറ്റംസ് അല്ലെങ്കിൽ എലമെന്റ്സ് റിയാക്ഷനിൽ പങ്കെടുക്കുക. അവർക്ക് ഒന്നെങ്കിൽ ഇലക്ട്രോൺ വേണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ കളയണം. ഇത് ഏതെങ്കിലും ചെയ്താൽ മാത്രമേ അവർ സ്റ്റേബിൾ ആകുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എലമെന്റ്സ് റിയാക്ഷനിൽ പങ്കെടുക്കുക. എന്നാൽ ഗ്രൂപ്പ് 18 അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ്. അപ്പൊ അവരൊരിക്കലും അവർക്ക് കൊടുക്കാനോ അതുപോലെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യാനോ അവർ ശ്രമിക്കുകയല്ല. അപ്പൊ അങ്ങനെ ഒരു കേസിലാണ് അത് നമ്മൾ നോബിൾ ഗ്യാസ് അവരെ പറയുന്നത്. ഈ ഹീലിയത്തെ നമ്മളൊരു നോബിൾ ഗ്യാസ് ഫാമിലിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം ഇവർക്ക് 1s2 ആണ് ഇവരുടെ ഹീലിയത്തിൻ്റെത്. 1s2 ആണ് ഇവരുടെ കോൺഫിഗറേഷൻ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോ ഇവരുടെ പ്രോപ്പർട്ടീസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് നിൽക്കുന്ന വാലൻസ് ഷെല്ലുള്ള ഈ ഹീലിയത്തിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ നോബിൾ ഗ്യാസസിന്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവരെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നോബിൾ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഹീലിയത്തിനെ ഗ്രൂപ്പ് 18 ആയിട്ടുള്ള പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോ ഇതാണ് ഈ 2 സ്പെഷ്യൽ കേസ് ആണ് ഹൈഡ്രജനും ഹീലിയത്തിനും. സോ അപ്പോൾ അത് ഓർത്തിരിക്കുക. നമ്മുടെ നോർമൽ അറേഞ്ച്മെന്റിൽ നിന്നും 2 എക്സെപ്ഷൻസ് കാണിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനും ഹീലിയവും ആണ്. അതിന്റെ റീസൺസ് കൂടെ പറയുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ബ്ലോക്കിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇനി ഓരോ ബ്ലോക്കുകളെയും ക്യാരക്ടേഴ്സും അവരുടെ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാണ്. ഫസ്റ്റ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസും ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് ഉള്ളത്. എസ് ബ്ലോക്കിലുള്ളത് ഗ്രൂപ്പ് 1 ആയിട്ടുള്ള ആൽക്കലി മെറ്റൽസും ഗ്രൂപ്പ് 2 ആയിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ്. ഈ ആൽക്കലി മെറ്റൽസിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 ആയിരിക്കും. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണെങ്കിൽ NS2 ആയിരിക്കും. ഓക്കെ, അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഒരാൾക്ക് NS1, ഒരാൾക്ക് NS2. അതുകൊണ്ടാണ് അവർ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നോക്കോളൂ. ഈ എസ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് എല്ലാം റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. നോക്കണം, ഇവരെല്ലാം എന്താണ്? മെറ്റൽസ് ആണ്, റിയാക്റ്റീവ് ആണ്. കാരണം എന്താ? അതിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി NS1 എന്നുള്ള കേസിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ അവര് സ്റ്റേബിൾ ആകും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ അവര് NS2 കംപ്ലീറ്റ്ലി ഫിൽഡ് ആകും. സോ അവര് റിയാക്ഷനിൽ പങ്കെടുക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ അവര് റിയാക്റ്റീവ് എന്ന് പറയാം. അതുപോലെ
ലോ അയണൈസേഷൻ എൻതാൽപ്പി. ഈ അയണൈസേഷൻ എൻതാൽപ്പി എന്നുള്ള ടേം നിങ്ങൾക്ക് പുതിയതായിരിക്കും. അത് നമ്മൾ നെക്സ്റ്റ് വരുന്ന സെക്ഷൻസിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ഇത്ര കാര്യം ഓർത്തിരുന്നാൽ മതി. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാല് ഇതെന്റെ ആറ്റം ആണെങ്കിൽ ആറ്റത്തിൽ ഔട്ടറിൽ ഒരു അതായത് ഇങ്ങനെ നമ്മൾ പോകുന്ന അനുസരിച്ച് ഇലക്ട്രോൺസ് ഇങ്ങനെ ഫില്ല് ചെയ്യുവാണ്. K, L, M, N ഷെഡിൽ വരെ ഫില്ല് ചെയ്യുവാണ്. അപ്പൊ ഈ ലാസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ കുറവല്ലേ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോ ഔട്ടർ മോസ്റ്റിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനുള്ള ടെൻഡൻസി, അതാണ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ഈ മെറ്റൽസിന്റെ കേസിൽ, നമ്മൾ ഈ പറഞ്ഞ എസ് ബ്ലോക്ക് എലിമെന്റ്സിന്റെ കേസിൽ ഈ അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ കുറവാണ്. കാരണം കുറച്ച് എനർജി കൊടുത്താൽ മതി അവർ വേഗം ഇലക്ട്രോണിനെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണെ ലൂസ് ചെയ്തോളും. അതാണ് നമ്മൾ പറഞ്ഞത് 1s1 എന്നല്ല ഇവരുടെ ലാസ്റ്റ് കോൺഫിഗറേഷൻ ഇരിക്കുക. അപ്പൊ ഈ 1 ഇലക്ട്രോൺ കളയാൻ അവർക്ക് ടെൻഡൻസി കൂടുതലാണ്. സോ ഒരു ഇച്ചിരി എനർജി കൊടുത്താൽ മതി, അതാണ് ലോ അയണൈസേഷൻ എനർജി കൊടുത്താൽ മതി, അവർ വേഗം ആ ഇലക്ട്രോണെ ലൂസ് ചെയ്തോളും. അതുകൊണ്ടാണ് ഇവരുടെ പ്രോപ്പർട്ടീസിൽ എന്ത് പറയുക, they lose outermost electron readily. വേഗം തന്നെ അവർ കൊടുത്തിട്ട് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പ്ലസ് എന്നല്ലേ നമ്മൾ പറയുന്നത്, 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 2+ എന്ന് പറയും. അപ്പോൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അപ്പൊ 1+ ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് നമ്മൾ പറഞ്ഞില്ലേ സെക്കൻഡ് ഗ്രൂപ്പിലെ ആൾക്കാർ, അവർക്ക് NS2 അല്ലേ. അപ്പൊ 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ 2+ അയോൺസ് ആയിട്ട് മാറാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന വാല്യൂ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ഓർത്തിരിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവരുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ മെറ്റാലിക് ക്യാരക്ടറും ഇവരുടെ റിയാക്ടിവിറ്റിയും ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്ന അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുക, കൂടുകയാണ് ചെയ്യുന്നത്. താഴോട്ട് പോകുന്നതോറും അവരുടെ മെറ്റാലിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യുവാണ്, ഇൻക്രീസ് ചെയ്യുവാണ്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം നിങ്ങൾ ഓർത്തു വെക്കണം. ഇങ്ങനെയുള്ള പോയിന്റുകളെല്ലാം ഓർത്തു വെക്കണം. കാരണം 2-3 എലമെന്റ്സ് തന്നിട്ട്, ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കോളൂ. എക്സാമ്പിൾ ആയിട്ട് എനിക്കിങ്ങനെ ലിഥിയം LiNaK ഇങ്ങനെ 3 എലമെന്റ്സ് തന്നു. എന്നിട്ട് പറഞ്ഞു ഇവരെ മെറ്റാലിക് ക്യാരക്ടറിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സ് അല്ലേ, ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സ് അല്ലേ. അപ്പോൾ ഈ താഴോട്ട് പോകും തോറും എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്, അവരുടെ മെറ്റാലിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്ത് വരും. അപ്പൊ ഏറ്റവും കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി ആർക്കാണുള്ളത്, പൊട്ടാസ്യത്തിനാണ്. അതിലും കുറവ് സോഡിയം, ദെൻ ഏറ്റവും കുറവ് ലിഥിയത്തിന്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡർ അറിയണമെങ്കിൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടർ അറിഞ്ഞിരിക്കണം. ഈ മെറ്റാലിക് ക്യാരക്ടറും റിയാക്ടിവിറ്റിയും താഴോട്ട് ഗ്രൂപ്പിന്റെ താഴോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവര് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഇവര് ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണെന്ന് പറഞ്ഞു. ആ റിയാക്റ്റീവ് ആയിട്ട് ഉള്ളത് കൊണ്ട് ഇവരെ ഒരിക്കലും നമുക്ക് പ്യുവർ ഫോമിൽ കാണാൻ കഴിയില്ല. അതായത് ഒറ്റയ്ക്ക് ഇവരെ കാണാൻ കഴിയില്ല, എപ്പോഴും ഒരാളുടെ കൂടെ കാണാൻ കഴിയുള്ളൂ. റിയാക്ഷൻ ചെയ്ത് അവരൊന്നിച്ചൊരു കോമ്പൗണ്ട് ആയിട്ടേ കാണുള്ളൂ. അതാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ആയിട്ടേ കാണുള്ളൂ. ഇവരെ പ്യുവർ, അതായത് സിംഗിൾ ആയിട്ട് ഇവരെ കാണാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എസ് ബ്ലോക്ക് എലമെന്റ്സിലെ ലിഥിയവും ബെറിലിയവും എസ് ബ്ലോക്കിലെ എലമെന്റ്സ് ആണ്. അവർ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് പ്രിഡോമിനന്റ്ലി അയോണിക് ആയിരിക്കും. ലിഥിയവും ബെറിലിയവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതായത് LiCl എന്ന് ഓർക്കുക, ലിഥിയവും ക്ലോറിനുമായിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് LiCl. അതെന്തായിരിക്കും, അയോണിക് ആയിരിക്കും. അപ്പോൾ എസ് ബ്ലോക്കിൽ ലിഥിയവും ബെറിലിയവും പ്രിഡോമിനന്റ്ലി, അതായത് മെയിൻ ആയിട്ടും അയോണിക് ആണ് കോമ്പൗണ്ട് ഫോം ചെയ്യുക. പക്ഷെ ബാക്കി ബാലൻസ് ആയിട്ടുള്ള കാൽഷ്യം ക്ലോറൈഡ് CaCl2 ഇതൊക്കെ എന്താണ്, കോവലന്റ് ആണ്. ഓക്കെ, അപ്പോ ഇവർ രണ്ടുപേരും ഒഴിച്ചുള്ള, ലിഥിയവും ബെറിലിയവും ഒഴിച്ചുള്ള ബാക്കി എലിമെന്റ്സ് എല്ലാം കോവലന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ലിഥിയവും ബെറിലിയവും മാത്രം പ്രിഡോമിനന്റ്ലി അയോണിക് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം ക്ലിയർ ആയില്ലേ? എസ് ബ്ലോക്കിൽ എന്താ പറഞ്ഞത്,
ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും, പിന്നെ അവരുടെ NS1 NS2 കോൺഫിഗറേഷൻ പറഞ്ഞു. റിയാക്റ്റീവ് മെറ്റൽസ് ആണ്, ലോ അയണൈസേഷൻ എൻതാൽപ്പി ആണ്, +1 +2 സ്റ്റേറ്റിലാണ് അവർ എക്സിസ്റ്റ് ചെയ്യുക. മെറ്റാലിക് ക്യാരക്ടറും റിയാക്ടിവിറ്റിയും ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ പറഞ്ഞത് ലിഥിയവും ബെറിലിയവും അയോണിക്, ബാക്കി ബാലൻസ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും കോവാലന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പി ബ്ലോക്ക് എലമെന്റ്സ് നോക്കാം. ഓക്കെ, അപ്പോ പി ബ്ലോക്ക് എലമെന്റ്സില് ഏത് ഗ്രൂപ്പ് തൊട്ട് ഏത് ഗ്രൂപ്പ് വരെയാണ് പി ബ്ലോക്ക്, അതാണ് ആദ്യം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സിൽ ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെ ഉള്ളവരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഈ പി ബ്ലോക്ക് എലമെന്റ്സിനെയും എസ് ബ്ലോക്ക് എലമെന്റ്സിനെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തൊരു പേര് വിളിക്കും, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ഓർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. നോട്ട് ചെയ്യുക, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ഓർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിനെയും പി ബ്ലോക്ക് എലമെന്റ്സിനെയും കൂടി കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ഓർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. എസ് ബ്ലോക്ക് എലമെന്റ്സിനെയും പി ബ്ലോക്ക് എലമെന്റ്സിനെയും കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ഓർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഓക്കെ, ഇനി ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാൻ പോവാണ്. ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1 തൊട്ട് NS2 NP6 വരെ ആയിരിക്കും വേരി ചെയ്യുന്നത്. ഒരാൾ NS2 NP1 then NP2 NP3 അങ്ങനെ പോയി NS2 NP6 വരെയാണ് അവരുടെ ഔട്ടർ കോൺഫിഗറേഷൻ ഫിൽ ചെയ്യുന്നത്. ഇതിൽ തന്നെ പി ബ്ലോക്കിലാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് NS2 NP6 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വരുന്നത്. പി ബ്ലോക്കിൽ NS2 NP6 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ വന്ന് അവസാനിക്കുന്ന ആ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് നോബിൾ ഗ്യാസസ്. ആ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ തരുന്ന ആ ഒരു ഗ്രൂപ്പ് 18 പറയുന്ന പേരാണ് നോബിൾ ഗ്യാസസ്. അപ്പൊ അവരുടെ നമ്മൾ പറഞ്ഞു അവരെന്ത് ചെയ്യില്ല, ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുകയും ചെയ്യില്ല, റിമൂവ് ചെയ്യുകയും ചെയ്യില്ല. സോ അവർ കെമിക്കൽ റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഓരോ ഗ്രൂപ്പിനും ഓരോ പേരിൽ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് 18 എന്ത് പറയും, നോബിൾ ഗ്യാസ് ഫാമിലി എന്ന് പറയും. നോബിൾ ഗ്യാസ് ഫാമിലി എന്ന് പറയും. ഗ്രൂപ്പ് 17 നമ്മൾ കുറച്ച് മുന്നേ കണ്ടു, ഹാലോജൻസ് എന്ന് പറയും. ഹാലോജൻസ്. ഇനി വേറൊരാളൂടെ ഉണ്ട്, ഗ്രൂപ്പ് 16. ഗ്രൂപ്പ് 16 എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഒക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. അതിനെ നമ്മൾ ചാൽക്കോജൻസ് എന്ന് പറയും. ഗ്രൂപ്പ് 16 പറയുന്ന പേരാണ് ചാൽക്കോജൻ. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കാം. എന്താണ് ചാൽക്കോജൻസ്? ചാൽക്കോജൻസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് 16 ആണ്. ഗ്രൂപ്പ് 16 ചാൽക്കോജൻസ്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 16 പറഞ്ഞു, ഗ്രൂപ്പ് 17 പറഞ്ഞു. ഈ രണ്ട് ഗ്രൂപ്പ്സിന്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഹാവ് ഹൈലി നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് 16 ഗ്രൂപ്പ് 17 നമ്മൾ തൊട്ട് മുന്നേ കണ്ട എസിന് എന്തായിരുന്നു പറഞ്ഞത്, ദേ ഹാവ് ലോ അയണൈസേഷൻ എൻതാൽപ്പി എന്നാ പറഞ്ഞത്. ഈ ഗ്രൂപ്പ് 16 ഗ്രൂപ്പ് 17 ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈലി നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നെഗറ്റീവ് ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനുള്ള കഴിവിനെയാണ്. മറ്റേ നമ്മൾ ഇലക്ട്രോണെ ലോസ് ചെയ്യുന്ന കഴിവാണ് പറഞ്ഞത്. ഇത് ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനുള്ള കഴിവാണ്. കാരണം ഈ നമ്മൾ ഓക്സിജനിലൊക്കെ നോക്കുവാണെങ്കിൽ ഓക്സിജനിലൊക്കെ 2 ഇലക്ട്രോൺസും കൂടെ ഉണ്ടെങ്കിൽ അതായത് NP4 ആണ് അവരുടെ, NS2 NP4 ആണ് അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ അപ്പൊ 2 ഇലക്ട്രോൺസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവര് എന്താ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിക്കോളും, NS2 NP6 ആയിക്കോളും അല്ലെ. അതുകൊണ്ട് അവർ സ്റ്റേബിൾ ആകാൻ പറ്റും. അപ്പൊ അവർ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണ്. ഹാലജൻസ് ആണെങ്കിലോ അവരുടെ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ NP5 ആണ്. ഒരു ഇലക്ട്രോൺസ് കൂടെ കിട്ടിയാൽ അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാം. ഇപ്പൊ അവരും ഇലക്ട്രോൺസ് ലവ് ചെയ്യുന്നവരാണ്. അപ്പൊ ഈ രണ്ടു പേർക്കും ഹൈലി നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി. ഈ ഇലക്ട്രോണിക് എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അവരുടെ വാല്യൂ. അതിൽ തന്നെ ഹൈലി നെഗറ്റീവ് ആണ് ഗ്രൂപ്പ് 16 ഗ്രൂപ്പ് 17. അതിന് കാരണം ദേ ആർ റെഡി ടു ആഡ് 1 or 2 ഇലക്ട്രോൺസ്. അങ്ങനെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യാൻ ഇവർ റെഡിയാണ്. അതുകൊണ്ടാണ് അവരുടെ നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി വളരെ ഹൈ ആവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ മെറ്റൽസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട വേറൊരു പോയിന്റ് ആണ്, ഇവർ നോൺ മെറ്റൽസ് ആണ്. നമ്മള് എസിന്റെ കാര്യം പറഞ്ഞു, ദേ ആർ മെറ്റൽസ്.
അതുപോലെ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുന്തോറും ഇൻക്രീസ് ചെയ്തു. ഇവിടെയോ നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോഴാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് പീരിയഡ്സിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ആണ് താഴോട്ട് പോകുമ്പോൾ ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മള് എലോങ് ദ പീരിയഡ്സിലോട്ട് പോകുമ്പോൾ നമ്മുടെ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇനി ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ആണ് ഇൻക്രീസ് ചെയ്യുക. തിരിഞ്ഞു പോവരുത്. മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യുന്നു. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് അക്രോസ് ദ പീരിയഡ്സ്. ഓക്കെ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എസിലും പിയിലും സിമ്പിൾ കാര്യങ്ങളെ പറയുന്നുള്ളൂ. പി നമ്മൾ പറഞ്ഞ എന്താണ് 13 to 18 വരെയാണ്. പിന്നെ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ദെൻ അവരുടെ നോബിൾ ഗ്യാസസ്, ഹാലോജൻസ്, ചാൽക്കോജൻസ്, ആ ഒരു കേസ്. പിന്നെ അവർക്ക് ഹൈലി നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു നോൺ മെറ്റാലിക് ക്യാരക്ടേഴ്സ് അക്രോസ് ദ പീരീഡിൽ ഇൻക്രീസ് ചെയ്യുന്നു. മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞത്. ജനറൽ ക്യാരക്ടേഴ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നോക്കുവാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്, സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്, തേർഡ് ട്രാൻസിഷൻ, അങ്ങനെ പറഞ്ഞില്ല. അതായത് എസിന്റെ പീഠം ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് അവരെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് എത്ര തൊട്ട് എത്ര വരെയാണ്? They belongs to the group 3 to 12. ഗ്രൂപ്പ് 3 to 12 ആരുള്ളത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉള്ളത്. അതുപോലെ തന്നെ അവര് എസിലും പിയിലെയും നടുക്കായിട്ട് സെന്ററിലാണ് ഈ ഡി ഉള്ളത്. ഓക്കെ, ഡി ബ്ലോക്ക് എലമെന്റ്സ് എസിന്റെയും പിയിലെയും സെന്ററിലാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉള്ളത്. ഗ്രൂപ്പ് 3 to 12 ആണ്. ഇനി ഇവരുടെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇന്നർ ഡി ഓർബിറ്റൽസ് ആണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഇന്നർ ഡി ഓർബിറ്റൽസ്, അതായത് അതാണ് ഈ n-1 ഡി എന്ന് കണ്ടത്. അതായത് ഉള്ളിൽ കിടക്കുന്ന, ഇപ്പൊ എനിക്ക് 4D ഉണ്ട്, 5s ഉണ്ട്, 5D ഉണ്ടെന്ന് വെക്കാം. അതിൽ ഇന്നർ എന്ന് പറയുന്നത് 4D അല്ലേ? അതായത് ഉള്ളിലല്ലേ വരുന്നത്. ആ ഉള്ളിലുള്ള ഈ ഓർബിറ്റൽസ് 4D ഓർബിറ്റൽസിലാണ് എന്ത് ഫില്ല് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇന്നർ ഡി ഓർബിറ്റൽസിലാണ് അവിടുത്തെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. ദെൻ അവരുടെ ജനറൽ, ഇത് പഠിച്ചു വെക്കുക കേട്ടോ. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ജനറൽ ഫോർമുല n-1 d 1 to 10 ns 0 to 2. ഓക്കെ, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ദേ ആർ ഓൾ മെറ്റൽസ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. അവരെല്ലാം മെറ്റൽസ് ആണ്. ഇതൊക്കെ അവരുടെ ക്യാരക്ടേഴ്സിൽ പെടുന്നതാണ്. ദെൻ ദേ ഫോം കളേർഡ് അയോൺസ്. അവര് കളേർഡ് അയോൺസ് ഫോം ചെയ്യാൻ കഴിയുന്നവരാണ്. ദേ ഹാവ് വേരിയബിൾ വാലൻസ്. അതായത് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. +1 +2 +3 അങ്ങനെ പല ഓക്സിഡേഷൻ സ്റ്റേറ്റ്സുകളെ എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. പാരാമാഗ്നറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് ലോൺ പെയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വേക്കന്റ് ആയിട്ടുള്ള, അതായത് ലോൺ പെയേഴ്സ് കംപ്ലീറ്റ്ലി പെയർഡ് അല്ലാത്ത ഒറ്റയ്ക്ക് കിടക്കുന്ന ലോൺ പെയേഴ്സ് ഉള്ളത് വരെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് അതുപോലെ പാരാമാഗ്നറ്റിക് ആണ്. പാരാമാഗ്നറ്റിക് എന്ന് വെച്ചാൽ ദേ വീക്ക്ലി അട്രാക്ട് ചെയ്യുന്നവരാണ്. പാരാ മീൻസ് ദേ ആർ വീക്ക്ലി അട്രാക്ട് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എങ്ങനെ പറയുക എന്ന് വെച്ചാൽ, ഇപ്പം D4s2 എന്ന് നോക്കുക. ഇപ്പൊ ഡിയില് ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ, ടോട്ടൽ 5 സ്പേസ് ആണ് ഡിയിലുള്ളത്. 1 2 3 4 ഫില്ല് ചെയ്തു. ഓക്കെ, ഇവിടെ പെയർ ചെയ്യാതെ 4 പേര് ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ? അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പാരാമാഗ്നറ്റിക് എന്ന് പറയുക. ഓക്കെ, D10 ആണെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പൊ അങ്ങനെ പാരാമാഗ്നറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ദേ ഹാവ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അതൊക്കെ അവരുടെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ്. മെയിൻ ആയിട്ടൊരു കാര്യം, ദേ ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. പിന്നെ നമുക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട 3 പേരാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അത് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ തന്നെ ഗ്രൂപ്പ് 12 ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നവരാണ് സിങ്ക്,
കാഡ്മിയം, മെർക്കുറി. ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-1D10NS2, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ആർക്കുള്ളത്? നമ്മുടെ ഈ പറഞ്ഞ സിങ്ക്, കാഡ്മിയം, മെർക്കുറി അവർക്കുള്ളത്. അവരുടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുകൊണ്ട് തന്നെ they do not show most properties of transition elements. ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ ചെയ്യുന്ന they are not paramagnetic. അതാണ് മെയിൻ കാര്യം എന്ന് പറയേണ്ടത്. പാരാമാഗ്നറ്റിക് വെച്ചാൽ അവർക്ക് ലോൺ പെയർ ഉണ്ടായിരിക്കും. പക്ഷെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി അവർക്ക് എന്താണ്? ലോൺ പെയർ ഇല്ല, എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവര് ട്രാൻസിഷൻ മെറ്റൽസ് കാണിക്കുന്ന പല പ്രോപ്പർട്ടീസും ഇവര് കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവര് നമുക്ക് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് അല്ല ഇവര്. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. അപ്പോ ഈ ഒരു കേസിൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എക്സെപ്ഷൻസ് ആണ്. അവർ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിലും അവർ നമുക്ക് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാൻ പറ്റുകയില്ല. അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ട്രാൻസിഷൻ എലമെന്റ്സിന്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോ ഇനി എന്താണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനിഷൻ നമുക്ക് പറയണം. വാട്ട് ആർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ വാട്ട് ഈസ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ: ട്രാൻസിഷൻ മെറ്റൽസ് ഫോംസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ chemically active metals of S block elements and less active elements of group 13 and 14 and thus take their familiar name transition elements. അവർക്ക് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു നെയിം വരാനുള്ള കാരണം ഈ ട്രാൻസിഷൻ എലമെന്റ്സ് എസിന്റെയും എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെയും പി ബ്ലോക്ക് എലമെന്റ്സിന്റെയും ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ടാണല്ലോ. ഈ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ കെമിക്കലി ആക്റ്റീവ് ആണ്. കെമിക്കലി ആക്റ്റീവ് മെറ്റൽസ് ആണ് ഈ എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി ഈ പി ബ്ലോക്ക് എലമെന്റില് 13ഉം 14ഉം കഴിഞ്ഞിട്ടല്ലേ, അതായത് 13ഉം 14ഉം അല്ലേ ഈ ഡിയുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നവര്. ഈ ഡിയുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് ഗ്രൂപ്പ് 13ഉം 14ഉം ആണ്. ഈ ഒരു സെക്ഷൻ അല്ലേ ഡി. അപ്പൊ ഇവർക്ക് തൊട്ടടുത്തല്ലേ 13ഉം 14ഉം കാണുക. അവരെന്ന് പറയുന്നത് എന്താണ്? അവര് ലെസ് ആക്റ്റീവ് എലമെന്റ്സ് ആണ്. അപ്പോ അങ്ങനെ ഒരു ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ളതും ലെസ് ആക്റ്റീവ് ആയിട്ടുള്ളവരുടെയും ഇൻ ബിറ്റ്വീനിലാണ് ആരെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുക? ഡി ബ്ലോക്ക് എലമെന്റ്സിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയുക. അതുകൊണ്ടാണ് നമ്മൾ അവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയാണ് അവരുള്ളത്. ദെൻ ഇന്നർ ഡി ഓർബിറ്റൽസ് ഫിൽ ചെയ്യുന്നത് കൊണ്ടാണ് അവര് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുക. ദെൻ അവരെല്ലാം മെറ്റൽസ് ആണ്, കളേർഡ് അയോൺസ് ഫോം ചെയ്യും, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, പാരാമാഗ്നറ്റിക് ആണ്, കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇവരിലെല്ലാം എക്സെപ്ഷൻസ് കാണിക്കുന്നതാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അതിനുള്ള റീസൺ പറയുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള എഫ് ബ്ലോക്ക് എലമെന്റ്സ്. നോക്കാം. എന്താ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ നമുക്ക് വേറൊരു പേരിൽ പറയാം ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അതായത് ട്രാൻസിഷന്റെയും ഉള്ളിൽ കാണുന്നവരാണ്. ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഡി ആണ്. ആ ഡിയുടെയും ഉള്ളിൽ കാണുന്നവരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. സോ ദേ ആർ കോൾഡ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, അത് നമ്മൾ എവിടെയാണ് പീരിയോഡിക് ടേബിൾ ഒബ്സർവ് ചെയ്യുന്നത്? ഏറ്റവും ലാസ്റ്റ് പീരിയോഡിക് ടേബിളിന്റെ ലാസ്റ്റ് 2 റോസ് ആയിട്ട് ബോട്ടത്തിൽ, നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ബോട്ടത്തില് 2 റോസ് ആയിട്ട് കാണപ്പെടുന്ന ലാന്തനോയിഡ്സ്, സീറിയം തൊട്ട് ലുട്ടീഷ്യം വരെ അവരുടെ അറ്റോമിക് നമ്പർ ഓർക്കുക. ആക്ടിനോയിഡ്സ്, തോറിയം തൊട്ട് ലൊറൻഷ്യം വരെ അവരുടെ അറ്റോമിക് നമ്പർ ഓർക്കുക. അതാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി അവരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ. N-2 F1 14, N-1 D021 NS2. ഇത് ഓർക്കുക. ഇനി ഇവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്യുന്നത് എഫ് ഓർബിറ്റിലാണ്. അതുകൊണ്ടാണ് അവർ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്. ഓക്കെ ഓക്കെ, ഇവരുടെ ഇനി പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കാം. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം.
ദേ ആർ ഓൾ മെറ്റൽസ്. ഇമ്പോർട്ടൻറ്റ്, അവരെല്ലാം മെറ്റൽസ് ആണ്. ദെൻ ഇതിൽ ലാന്തനോയിഡ്സിലെ ആക്ടിനോയിഡ്സിലെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആള് ആക്ടിനോയിഡ്സ് ആണ്. നമ്മുടെ ലാന്തനോയിഡ്സിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ്. അതിനുള്ള റീസൺ ആക്ടിനോയിഡ്സിന് ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. ലാന്തനോയിഡ്സിനേക്കാളും ആക്ടിനോയിഡ്സില് ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. ഇത് നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് നിങ്ങൾ +2 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതെല്ലാം പറയും. ഓക്കെ, അപ്പോ ആക്ടിനോയിഡ്സിനെയാണ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടത്, ബിക്കോസ് ദേ ആർ മോർ കോംപ്ലിക്കേറ്റഡ്. ഇനി ഈ ആക്ടിനോയിഡ് എലമെന്റ്സിന്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അവരെല്ലാം റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. അതുപോലെ ഈ ആക്ടിനോയിഡ് എലമെന്റ്സിന് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ദേ ആർ റേഡിയോ ആക്റ്റീവ്. അതുകൊണ്ട് തന്നെ അവരുടെ കെമിസ്ട്രി നമുക്ക് ഫുള്ളി പഠിക്കാൻ പറ്റുകയില്ല. ഇവർ കുറച്ച് എമൗണ്ടിൽ മാത്രമേ അവരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അവരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. വേറെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ഈ എഫ് ബ്ലോക്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേം ആണ് ട്രാൻസ് യുറേനിയം എലമെന്റ്സ്. വാട്ട് ആർ ട്രാൻസ് യുറേനിയം എലമെന്റ്സ്? ട്രാൻസ് യുറേനിയം എലമെന്റ്സ് എന്ന് വെച്ചാൽ എലമെന്റ്സ് ആഫ്റ്റർ യുറേനിയം. യുറേനിയം കഴിഞ്ഞുള്ള എല്ലാ എലമെന്റ്സിനും നമുക്ക് ട്രാൻസ് യുറേനിയം എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 92 ആണ്. അപ്പൊ 92 കഴിഞ്ഞുള്ള എല്ലാ എലമെന്റ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ട്രാൻസ് യുറേനിയം എലമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോ എഫ് ബ്ലോക്ക് എലമെന്റ്സ് വളരെ സിമ്പിൾ ആയിരുന്നു. അതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ലാന്തനോയിഡ്സ് ആക്ടിനോയിഡ്സ് ആണ്. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു. ദെൻ അവരെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ദെൻ ആക്ടിനോയിഡ്സിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് റേഡിയോ ആക്റ്റീവ് ആണ്. ദെൻ ട്രാൻസ് യുറേനിയം എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഫ് ബ്ലോക്കിൽ പറഞ്ഞത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. നമ്മൾ ഇന്നലെ കണ്ട ഒരു ടൈപ്പ് ആണിത്. അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാലോ എന്താ ചെയ്യുക? നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കണ്ടതാണ് അല്ലെ? അറ്റോമിക് നമ്പർ 117 എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് പീരീഡ് 7-ലല്ലേ 87 to 118 പഠിച്ചത്. അപ്പോ നിങ്ങൾക്ക് വേറെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കാം, നിങ്ങൾക്ക് തന്നെ ഇത് പറയാൻ പറ്റും. ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. 117 ആകുമ്പോൾ അത് പീരീഡ് ഏത് പീരീഡിലാണ്? 7th പീരീഡിലാണ്. ഓക്കെ, 120 എന്ന് പറയുമ്പോൾ അത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. 118 എന്ന് പറയുന്നത് ലാസ്റ്റ് 18th പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യും. ഇത് ജസ്റ്റ് 120 വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് നമ്മളിപ്പോ 180 വരെ പഠിക്കുന്നുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാനേ ഉള്ളൂ. 118 എന്ന് പറയുന്നത് ഗ്രൂപ്പ് 18-ലെയാണ്. അപ്പൊ 119 എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1-ലോട്ട് പോകുമല്ലോ അല്ലെ? ഗ്രൂപ്പ് 1-ലോട്ട് പോകും. അപ്പം 120 അപ്പൊ ഏതിൽ വരും? ഗ്രൂപ്പ് 2-ൽ വരും. പീരീഡ് അല്ല കേട്ടോ, ഗ്രൂപ്പ് 2. 120 എന്ന് പറയുന്ന ഗ്രൂപ്പ് 2-ൽ വരും. പീരീഡ്സിനായിരുന്നു നമുക്ക് പറയാനായിട്ട് 118 വരെ 7th പീരീഡിൽ 118 കൊണ്ട് കംപ്ലീറ്റ് ആകും. സോ അപ്പൊ നമുക്ക് പീരീഡിന്റെ കേസിൽ അത് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പിന്റെ കാര്യമാണ്. ഇത് ഏത് ഗ്രൂപ്പിലാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 120 ഈസി ആയിട്ട് പറയാം. എന്താ? ഗ്രൂപ്പ് 2 ആണ്. 118 കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് 117 ഈസി ആയിട്ട് പറയാലോ. 118 ഗ്രൂപ്പ് 18 ആകുമ്പോൾ 117 എന്തായിരിക്കും? ഗ്രൂപ്പ് 17 ആയിരിക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ. ദെൻ ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട് ഇതിൽ തന്നെ. നമ്മൾ ഇപ്പോ ബ്ലോക്ക് ക്ലാസിഫിക്കേഷൻ അല്ലേ പഠിച്ചത്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഇനി നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. അപ്പൊ എന്തിന്റെ ബേസിസിലായിരിക്കും? നമുക്ക് ആ പേരിൽ തന്നെ അറിയാം. എന്തിന്റെ മെറ്റാലിക് പ്രോപ്പർട്ടി കാണിക്കുന്നവരെ മെറ്റൽസിൽ ഇൻക്ലൂഡ് ചെയ്യിക്കും, നോൺ മെറ്റൽസിൽ, ദെൻ മെറ്റലോയിഡ്സ്. ഓക്കെ, നമുക്ക് കൂടുതലും നമുക്ക് നോൺ ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം 78% ആരായിരിക്കും? മെറ്റൽസ് ആയിരിക്കും. മെറ്റൽസ് കംപ്രൈസ് മോർ ദാൻ 78%. ഓക്കെ, മോർ ദാൻ 78% ആരാണ്? മെറ്റൽസ് ആണ്. മെറ്റൽസിന്റെ പൊസിഷൻ എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ? നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒക്കെയാണ്.
ഓക്കെ, അപ്പൊ അവര് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. ദെൻ ദേ ആർ യൂഷ്വലി സോളിഡ്സ്. റൂം ടെമ്പറേച്ചറിൽ മെറ്റൽസ് സോളിഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക, എക്സിബിറ്റ് ചെയ്യുക. പക്ഷേ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് മെർക്കുറി ഒരു എക്സെപ്ഷൻ ആണ്. മെർക്കുറി എന്താണ്, ലിക്വിഡ് ആണ്. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. മെറ്റൽസ് യൂഷ്വലി റൂം ടെമ്പറേച്ചറിൽ എന്താണ്, സോളിഡ്സ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മെർക്കുറി ഇറ്റ് ഈസ് എ ലിക്വിഡ്. അതൊരു എക്സെപ്ഷൻ ആണ്. വേറൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മെറ്റൽസിനെല്ലാം ഹൈ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിന്റും ആണ്. മെറ്റൽസ് യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് മെറ്റൽസിനുള്ളത്. പക്ഷേ ഗാലിയവും സീഷ്യവും അവർക്ക് വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ രണ്ട് എക്സെപ്ഷൻസ് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞത് മെറ്റൽസ് എല്ലാം എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്, സോളിഡ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ മെർക്കുറിയുടെ കേസിൽ അത് ഒരു ലിക്വിഡ് ആണ്. ഇനി നെക്സ്റ്റ്, മെറ്റൽസിനെല്ലാം യൂഷ്വലി ഹൈ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിന്റും ആണ്. എന്നാൽ ഗാലിയത്തിനും സീഷ്യത്തിനും അത് എന്താണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ മെറ്റൽസ് എല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് മലിയബിൾ. മലിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് തിൻ ഷീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ ഡക്റ്റൈൽ, നമുക്ക് വയർ ആയിട്ട് പോലെ നമുക്ക് അവരെ അവരെ ലൂസ് ചെയ്തിട്ട് വയർ ഷേപ്പിലാക്കി മാറ്റാൻ പറ്റും. അതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ്. മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് മെയിൻ പറഞ്ഞത് സോളിഡ്സ് ആണ്. എക്സെപ്ഷൻസ് ഓർക്കുക. പിന്നെ ഹൈ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, ദെൻ മാലിയബിൾ, ഡക്റ്റൈൽ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള നോൺ മെറ്റൽസ് നോക്കാം. എന്താണ് നോൺ മെറ്റൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് പോർഷനിലാണ്. ഓക്കെ, പീരിയോഡിക് ടേബിളിലെ റൈറ്റ് പോർഷനിലാണ് കാണുക. ലെഫ്റ്റ് സൈഡിലെ മെറ്റാലിക്കും റൈറ്റ് സൈഡിലെ നോൺ മെറ്റാലിക്കും. ഇനി ഈ നോൺ മെറ്റാലിക്കിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അതുപോലെ ലോ ബോയിലിംഗ് പോയിന്റ് ആണ്. അതിന് എക്സെപ്ഷൻസ് ഉണ്ട്, ബോറോണും കാർബണും. അപ്പൊ അവർക്ക് ഹൈ മെൽറ്റിംഗും ഹൈ ബോയിലിംഗ് പോയിന്റും ആണ്. നമ്മൾ മെറ്റൽസ് പഠിച്ചതിന്റെ നേരെ റിവേഴ്സ് ആണ് കേട്ടോ. നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇവര് ദേ ഹാവ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. എക്സെപ്ഷൻസ് ബോറോണും കാർബണും. അതുപോലെ നോൺ മെറ്റൽസ് ആർ യൂഷ്വലി സോളിഡ്സ് ഓർ ലിക്വിഡ്സ് ആയിരിക്കും. സോളിഡ്സ് ഓർ ഗ്യാസസ് ആയിരിക്കും. മറ്റു റൂം ടെമ്പറേച്ചറിൽ സോളിഡ്സ് ഓർ ഗ്യാസസ് ആയിട്ടായിരിക്കും നമ്മൾക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ കഴിയുക. അതുപോലെ ലോ മെൽറ്റിംഗും ബോയിലിംഗ് പോയിന്റും ആണ്. ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. നമുക്കിപ്പോ ഇപ്പൊ തന്നെ ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ മെറ്റൽസിന് പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ്, പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദെൻ ഇവര് ബ്രിറ്റിലാണ്, ബട്ട് നോട്ട് മലിയബിൾ, നോട്ട് ഡക്റ്റൈൽ. ഇവര് മലിയബിളും അല്ല, ഡക്റ്റൈലും അല്ല. ഓക്കെ, ദേ ആർ നോട്ട് മലിയബിൾ നോർ ഡക്റ്റൈൽ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. മോർ ഡൗൺ ദ ഗ്രൂപ്പിൽ മെറ്റാലിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും, നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി ഇൻക്രീസസ് അലോങ് ദ പീരീഡ്സ്. പറഞ്ഞ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞത്? റൈറ്റ് സൈഡിലാണ് കാണുന്നത്. ദെൻ സോളിഡ്സ് ഓർ ഗ്യാസ് ആയിട്ടാണ് അവരെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുക. ലോ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ആണ്. എക്സെപ്ഷൻസ് ഓർക്കുക, പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, ബ്രിറ്റിൽ ആണ്, പിന്നെ ഡക്റ്റൈലും അല്ല, മലിയബിളും അല്ല. ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. അലോങ് ദി പീരീഡ്സിലോട്ട് പോകുമ്പോഴത്തേനും നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പോ മെറ്റൽസും കഴിഞ്ഞു, നോൺ മെറ്റൽസും കഴിഞ്ഞു. ഇനി ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ് മെറ്റലോയിഡ്സ്. ഇതാണ് മെറ്റലോയിഡ്സ്. എന്താണ് മെറ്റലോയിഡ്സിന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിളില് ഒരു സിക്സാഗ് ലൈൻ ആയിട്ട് നിങ്ങളൊരു റോസ് കളറിൽ അവിടെ നമുക്ക് ഇവരെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കളർ നമുക്ക് ഗ്രൂപ്പ് 13 കഴിഞ്ഞിട്ട് അപ് ടു 17 വരെ നിങ്ങൾ നോക്കുമ്പോൾ, ഓക്കെ 17 വരെ നമ്മൾ നോക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് നമ്മൾ കാണിച്ചിട്ടില്ലേ, ഒരു സിക്സാഗ് ഷേപ്പില്.
അതാണ് നമ്മുടെ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. മെറ്റൽസിന്റെ നോൺ മെറ്റൽസിന്റെ ഇടയിലാണ് അവര് ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് മെയിൻ ആയിട്ടും സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം. ആ പേര് ഓർത്ത് വെക്കുക കേട്ടോ. ആരൊക്കെയാണ് മെറ്റലോയിഡ്സിൽ? കുറച്ചു പേരല്ലേ ഉള്ളു ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ അല്ലേ. സിലിക്കണ്, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം. അവരാണ് എന്താ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഡയഗണൽ ആയിട്ടാണ് അവരെ കാണുക. അപ്പൊ അവരെ മെറ്റലോയിഡ്സിൽ തന്നെ അവരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ആയപ്പോൾ നമുക്ക് എന്ത് തന്നെ പറയാം, മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ബോത്ത് ക്യാരക്ടേഴ്സ് ഇവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അവരെ നമ്മൾ മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ സെമി മെറ്റൽസ് എന്ന് പറയാം. പാതി മെറ്റല് പാതി നോൺ മെറ്റല്, അങ്ങനെ ഒരു പ്രോപ്പർട്ടീസ് ആണ് ഇവര് എക്സിബിറ്റ് ചെയ്യുക. ഇപ്പൊ മെറ്റലോയിഡ്സിനെ കുറിച്ച് അധികം ഒന്നും പഠിക്കാനില്ല. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളും മെറ്റലോയിഡ്സിന്റെ അകത്ത് പറയുന്നത്. ആ പേരുകളൊന്നും ഓർത്തിരിക്കുക. അതായത് ഏതൊക്കെ എലമെന്റ്സ് ആണ് മെറ്റലോയിഡ്സിൽ വരിക അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കോളൂ. എനിക്ക് 5 എലമെന്റ്സ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അവരുടെ ഇൻക്രീസിംഗ് ഓർഡർ, മെറ്റാലിക് ക്യാരക്ടറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുക. നമ്മൾ എന്തോർത്തിരിക്കണം? മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടർ പീരിയഡിലോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മള് ഇതിന്റെ ഒരു പീരിയോഡിക് ടേബിളിൽ ഈ എലമെന്റ്സ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുക എന്നറിയണം. എങ്കിലല്ലേ നമുക്ക് ഇത് പീരീഡ് ഗ്രൂപ്പ് വെച്ച് നമുക്ക് ആ ഒരു ഐഡിയ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുക, ബെറിലിയം, മഗ്നീഷ്യം അതൊക്കെ സെക്കൻഡ് പീരീഡിൽ വരുന്ന ആളല്ലേ. ബെറിലിയം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താ ഫസ്റ്റ് പീരീഡ് അല്ല കേട്ടോ, ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നവരല്ലേ. ഞാനിതൊന്ന് എഴുതുവാണെങ്കിൽ നമ്മുടെ സോഡിയവും പൊട്ടാസ്യവും ഗ്രൂപ്പ് 1 ഈ സോഡിയത്തിന് നേരെ കിടക്കുന്ന ആളാണ് മഗ്നീഷ്യം. ഓക്കെ, നിങ്ങൾ ഒരു 20 വരെയെങ്കിലും ഈ പഠിച്ചിരിക്കുക കേട്ടോ. പീരിയോഡിക് ടേബിളിലെ 20 വരെയെങ്കിലും ഉള്ള എലമെന്റ്സിന്റെ പേരുകൾ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലുള്ള പ്രോബ്ലംസ് എന്നാൽ നമുക്ക് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല, പൊസിഷൻ അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ തൊട്ട് മുകളിൽ ലിഥിയമാണ്, സോഡിയത്തിന്റെ മുകളിൽ എന്താണ് ലിഥിയം. എന്തേലും ക്ലൂ ഒക്കെ വെച്ചോ ഒക്കെ നമ്മൾ പഠിക്കാൻ നോക്കുക. ലിഥിയമാണ്, ലിഥിയത്തിന് നേരെ ഉള്ളതാണ് ബെറിലിയം. ഓക്കെ, നമ്മുടെ ആരൊക്കെ ആയിട്ടുണ്ട്? ബെറിലിയമായി, മഗ്നീഷ്യമായി, സോഡിയമായി, പൊട്ടാസ്യം പൊട്ടാസ്യം അല്ല കേട്ടോ, അത് ഫോസ്ഫറസ് ആയിരുന്നേ, ഫോസ്ഫറസ്. ഓക്കെ, അത് എവിടെ പോകും? ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പ് 15 പോകുന്നവരാ. സിലിക്കണും ഫോസ്ഫറസും ഒക്കെ 14, 15 ആയിട്ട് നമ്മുടെ മഗ്നീഷ്യത്തിന് നേരെ സിലിക്കണ്, ഫോസ്ഫറസ്. സിലിക്കണും ഫോസ്ഫറസും മഗ്നീഷ്യത്തിന് നേരെയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാം, ഇവർ രണ്ടും പി ബ്ലോക്ക് എലമെന്റ്സിലാണ്. ഓക്കെ, അതുപോലെ ഇതൊരു പീരീഡ് അല്ലേ. സോഡിയം, മഗ്നീഷ്യം ഇവരെല്ലാം ഒരു പീരീഡിൽ കിടക്കുന്നവരാ. സോഡിയവും മഗ്നീഷ്യം, സിലിക്കണും ഫോസ്ഫറസും ഒക്കെ ഒരു സെയിം പീരീഡ്സിൽ കിടക്കുന്നവരാണ്. അപ്പൊ എലോങ് ദ പീരീഡ്സിലോട്ട് പോകുമ്പോൾ ഏത് ക്യാരക്ടറാണ് ഇൻക്രീസ് ചെയ്യുക? നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് ഇൻക്രീസ് ചെയ്യുക അല്ലെ. അപ്പോ ഫോസ്ഫറസിനായിരിക്കും മെറ്റാലിക് പ്രോപ്പർട്ടി ഏറ്റവും കുറവ്. ഫോസ്ഫറസിനായിരിക്കും മെറ്റാലിക് പ്രോപ്പർട്ടി. ദെൻ സിലിക്കൺ ആയിരിക്കും മെറ്റാലിക് പ്രോപ്പർട്ടി നെക്സ്റ്റ് കുറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുമ്പോൾ അപ്പൊ നമുക്ക് രണ്ടുപേരെ ഒഴിവാക്കി വിടാം, ഫോസ്ഫറസും സിലിക്കണും വിടാം. ഇനി ഏറ്റവും കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്തത് ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുമ്പോഴാന്ന് പറഞ്ഞില്ലേ, താഴോട്ട് പോകുമ്പോ. ഓക്കെ, അതിൽ തന്നെ സോഡിയം നമ്മൾ പഠിച്ചു, ഗ്രൂപ്പ് 1 ആണ് മോർ മെറ്റാലിക് എന്ന് പഠിച്ചു. അപ്പൊ സോഡിയം ആയിരിക്കും ഏറ്റവും മെറ്റാലിക് പ്രോപ്പർട്ടി കൂടുതൽ. അപ്പൊ സോഡിയത്തിനാണ് ഫസ്റ്റ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് വെച്ചെന്ന് ഒന്ന് ആ പ്രോബ്ലം നല്ലപോലെ നോക്കിയിട്ട് പറയാം. കുറച്ചും കൂടെ നീറ്റായിട്ട് കുറച്ചും കൂടെ ടോപ്പിൽ എഴുതി ഈ സ്പേസിൽ എഴുതി കാണിക്കാം. ഒക്കെ നോക്കോളൂ. അപ്പോ എനിക്ക് ഈസി ആയിട്ടൊരു കാര്യം ഇപ്പൊ പറയാൻ കഴിഞ്ഞു. സോഡിയവും മഗ്നീഷ്യവും സിലിക്കണും ഫോസ്ഫറസും ഒരേ പീരീഡിലെ എലമെന്റ്സ് ആണ്.
ഓക്കെ, ഫോസ്ഫറസും ഒരേ പീരീഡിലെ എലമെന്റ്സ് ആണ്. സോഡിയത്തിന് നമുക്ക് വേണ്ടത് ആരെയാണ്? ബെറിലിയം വേണം. ബെറിലിയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബെറിലിയം, ദെൻ മഗ്നീഷ്യം. 1 2 3 4 5. ഓക്കെ, 5 ആയി. ഇതിൽ ഏറ്റവും ലീസ്റ്റ് മെറ്റാലിക്, ഏറ്റവും 5th പൊസിഷനിൽ വരുന്നത്, ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? ഫോസ്ഫറസിനാണ്. കാരണം ഇവര് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സ് നോൺ മെറ്റൽസ് ആണ്, മെറ്റൽസ് അല്ല. അപ്പൊ നെക്സ്റ്റ് 4th പൊസിഷൻ ഇവർക്കായിരിക്കും അല്ലെ. ഇനി ഇവര് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എസ് ബ്ലോക്കിൽ തന്നെ സോഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ മുന്നിൽ ബെറിലിയം ആണോ മഗ്നീഷ്യം ആണോ, വിച്ച് വൺ? ആരാണ് നമ്മൾ നോക്കേണ്ടത്? അപ്പോ ബെറിലിയത്തിനേക്കാളും കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിനാണ്. കാരണം എന്താ? ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുമെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ താഴോട്ട് പോകുമ്പോൾ ബെറിലിയത്തിനേക്കാളും താഴോട്ട് പോകുന്നതനുസരിച്ച് കൂടിക്കൂടിയല്ലേ വരുന്നത്. അപ്പൊ മഗ്നീഷ്യത്തിനാണ് ബെറിലിയത്തിനേക്കാളും കൂടുതൽ മെറ്റാലിക് പ്രോപ്പർട്ടി. തേർഡ് ആണ് ബെറിലിയം. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്കൊരു ഇൻക്രീസിങ് ഓർഡറിൽ ഇവരെ എങ്ങനെ എഴുതാം? ഇൻക്രീസ് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ടല്ലേ. അപ്പൊ ഏറ്റവും വലിയ ആള് ലാസ്റ്റ് എഴുതാം. ഏറ്റവും കൂടിയ ആള് സോഡിയം, ഏറ്റവും കുറഞ്ഞ ആളാരാ? ഫോസ്ഫറസ്, ദെൻ സിലിക്കൺ, ദെൻ ബെറിലിയം, ദെൻ മഗ്നീഷ്യം. ഓക്കെ, അപ്പൊ ഇത് എന്തറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പീരിയോഡിക് ടേബിളിൽ അപ് ടു 20 വരെയുള്ള എലമെന്റ്സിന്റെ പൊസിഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ ഈ പോയിന്റ് അറിയാം. ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ പീരിയഡിലോട്ട് പോകുമ്പോഴത്തേനും നോൺ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ആണ് ഇൻക്രീസ് ചെയ്യുക, മെറ്റാലിക് പ്രോപ്പർട്ടീസ് അവിടെ ഡിക്രീസ് ചെയ്യും. ഈ 2 പോയിന്റ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ നമ്മൾ ഇന്നലെ കണ്ടതിന്റെ ബാലൻസ് ആയിട്ട് പറയാനുണ്ട്. അത് നോക്കിക്കോളൂ. ഓക്കെ, നോക്കിക്കോളൂ. നമ്മൾ ഇന്നലെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ പീരീഡ്, ഗ്രൂപ്പ്, അതുപോലെ ബ്ലോക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലല്ലേ പഠിച്ചത്. അപ്പൊ നമുക്ക് ബ്ലോക്ക് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ ഇന്നലെ അറ്റോമിക് നമ്പർ തന്നാലുള്ള കേസ് നോക്കി. ഇനി ഒരു സെക്കൻഡ് കേസിലുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ, നമുക്കൊരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അവരുടെ പീരീഡും ഗ്രൂപ്പും ബ്ലോക്കും പറയാൻ പറ്റും. പീരീഡ് നമുക്ക് എളുപ്പത്തിൽ പറയാം. മാക്സിമം വാല്യൂ ഓഫ് n നോക്കിയാൽ മതി. അതായത് 1s2, 2s2. ഇതിൽ ഏത് പീരീഡ് ആണ്? ഇതിന്റെ അകത്ത് മാക്സിമം വാല്യൂ n ഏതാ? 2 ആണ്. സോ ഇറ്റ് ഈസ് ബിലോങ്സ് ടു പീരീഡ് 2. എളുപ്പത്തിൽ പറയാം. ഏത് ബ്ലോക്ക് ആണ് നമ്മൾ എങ്ങനെ പറയുക? ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. അവരുടെ ഓർബിറ്റൽ, ഏറ്റവും ലാസ്റ്റ് ഓർബിറ്റൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണോ ഫില്ല് ചെയ്തത് ആ ഓർബിറ്റൽ തന്നെയാണ് അവരുടെ ബ്ലോക്ക്. എക്സാമ്പിൾ ആയിട്ട് 1s2, 2s2, 2p5. ഇതില് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത ഓർബിറ്റൽ ഏതാ? പി അല്ലേ. സോ അത് ഏത് ബ്ലോക്ക് ആയിരിക്കും? പി ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ 2 കാര്യം നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ വരിക ഗ്രൂപ്പിന്റെ കേസിലാണ്. അത് നമ്മൾ കുറച്ചും കൂടെ പഠിക്കാനുള്ളതാണ്. ഗ്രൂപ്പിന്റെ കേസിൽ അതിൽ 2-3 കേസ് ആയിട്ട് പറയാം. ഫസ്റ്റ് കേസിൽ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ NP ഇലക്ട്രോൺസ് പ്രസന്റ് ആണെങ്കിൽ, എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ NP ഇലക്ട്രോൺസ് പ്രസന്റ് ആണെങ്കിൽ അത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അവരുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 12 പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ പി സബ്ഷെൽ. ഓക്കെ, പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിന്റെ എണ്ണത്തോട് 12 ആഡ് ചെയ്താൽ നമുക്ക് അവരുടെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അത് ഏത് കേസിലാണ്? നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ NP എന്ന് പറഞ്ഞ ഓർബിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ 1s2, 2s2, 2p5 എന്ന് തന്നു. ഓക്കെ, ഇതിൽ എന്നോട് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കുക, NP ഇലക്ട്രോൺസ് ഉണ്ടോ? ഉണ്ട്. 2p ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? 12 പ്ലസ് പിയിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക. അത് 12 പ്ലസ് 5 അല്ലേ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്.
അപ്പൊ 12 + 5 = 17. അപ്പൊ ഈ 17 ആണ് ഇവരുടെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ കാണിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളോട് നോക്കിക്കോളൂ. 6s2 6p3. ഓക്കെ, ഇത് ഏത് ഗ്രൂപ്പിലാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുക, പി ഓർബിറ്റൽ ഉണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 3 ആണ്. അപ്പൊ 12 + 3 ആഡ് ചെയ്യുക, അപ്പൊ ടോട്ടൽ 15 എന്ന് വരും. അപ്പൊ ഇത് ഏത് ഗ്രൂപ്പ് നമ്പർ ആണ്? ഗ്രൂപ്പ് 15 ആണ്. ഇത് ഏത് പീരീഡിലാണ്? 6th പീരീഡിലാണ്. ഇത് ഏത് ബ്ലോക്ക് ആണ്? പി ബ്ലോക്ക് ആണ്. ഓക്കെ, ഇത് NP ഇലക്ട്രോൺസ് ഉള്ള കേസിൽ. ഇനി NP ഇലക്ട്രോൺസ് ആബ്സെന്റ് ആയ കേസിലോ? അത് വേറൊരു കേസാണ്. ഓക്കെ, നെക്സ്റ്റ് NP ഇലക്ട്രോൺ ആബ്സെന്റ് ആണെങ്കിൽ, NP ആബ്സെന്റ് ഉള്ള കേസിൽ, ആബ്സെന്റ് ആണെങ്കിൽ ഇത് ഏതിൽ പോകും? ഒന്നെങ്കിൽ S ആകാം, അല്ലെങ്കിൽ D ആകാം, അല്ലെങ്കിൽ F ആകാം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിലല്ലേ പെടുവുള്ളൂ. ഓക്കെ, അതിൽ S ആകാന്, ഇപ്പൊ S ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്, S ബ്ലോക്കിലെ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ S ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം തന്നെ ആയിരിക്കും അവരുടെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, അതായത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ 2s1 എന്ന് തന്നു. ഇത് ഏത് ഗ്രൂപ്പ് നമ്പർ ആണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുക, 1 അല്ലേ? 1. 2s2 തന്നു. ഇത് ഏത് ഗ്രൂപ്പിലാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ S ഓർബിറ്റൽ നോക്കുക, 2 അല്ലേ? സോ ഇറ്റ് ബിലോങ്സ് ടു ഗ്രൂപ്പ് 2. സിമ്പിൾ ആണത്. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് വരുന്നത് നമ്മൾ DF ആ ഒരു കേസ് വരുമ്പോഴാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാട്. ഇത് F ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിൽ, സിമ്പിൾ ആണ്. അത് എപ്പോഴും എന്തായിരിക്കും? ഗ്രൂപ്പ് 3 ആയിരിക്കും, അല്ലെ? ഗ്രൂപ്പ് 3യുടെ അകത്താണ് എന്താ? F ബ്ലോക്ക് വരിക. അപ്പൊ F ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിൽ അത് ഗ്രൂപ്പ് 3 ആണ്, കൺഫ്യൂഷൻ വേണ്ട. ഇനി D ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിൽ, D ബ്ലോക്കിലാണ് ഉള്ളതെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ n-1d. n-1d സബ്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ NS സബ്ഷൽ. ഡിയിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം പ്ലസ് എസിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം. ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. നോക്കോളൂ, 5d2 സോറി 5d5 5d5 6s2. ഇത് ഏത് ഗ്രൂപ്പ് നമ്പർ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുക, ഇത് D ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ? D ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിൽ ഡിയിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം പ്ലസ് എസിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ആഡ് ചെയ്യുക, അപ്പൊ ടോട്ടൽ 7 എന്ന് കിട്ടും. അപ്പൊ അത് ഏത് ഗ്രൂപ്പാണ്? 7th ഗ്രൂപ്പ് ആണ്. ഏത് ബ്ലോക്ക് ആണ്? D ബ്ലോക്ക് ആണ്. ഓക്കെ, ഏത് പീരീഡ് ആണ്? 6 ആണ്, അല്ലെ? പീരീഡ് 6, അതായത് മാക്സിമം നമ്പർ ഉള്ളതെല്ലാം നമ്മൾ എടുക്കാൻ പറയുന്നത്. അപ്പൊ അത് ഏത് പീരീഡിലാണ്? 6th പീരീഡിലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ട്രിക്ക്. ഓക്കെ, ഞാനത് കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. 2 നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സെനോൺ 4f7 5d1 6s2. ഇത് പീരീഡ് ഏതാണ്? മാക്സിമം എന്ന് നോക്കുക, പീരീഡ് 6 ആണ്. ഇനി ഇത് ഏത് ബ്ലോക്ക് ആണ്? F ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? F ബ്ലോക്ക് ആയിരിക്കും. F ബ്ലോക്കിൽ സിമ്പിൾ ആണ്, ഗ്രൂപ്പ് എന്താണ്? 3 ആണ്. ഓക്കെ, ഇനി ഈ ഒരു കേസ് നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d8. ഇത് ഏത് പീരീഡ് ആണ്? 4th പീരീഡ്. ഏത് ബ്ലോക്ക് ആണ്? D ആണ് കേട്ടോ. ബ്ലോക്ക് D ബ്ലോക്ക് ആണ്. ഇതിലെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 8. ഡിയിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം പ്ലസ് എസിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം, ടോട്ടൽ 10. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ പിയുടെ ഒരു കേസും കൂടെ കാണിക്കാം. പിയിലാണെങ്കിൽ 4s2 4p1. ഓക്കെ, പി ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്.
അപ്പോ എന്ത് ചെയ്താൽ മതി? 12 പ്ലസ് പിയിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 1 ഈക്വൽ ടു ഗ്രൂപ്പ് 13 ആണ്. ഏത് പീരീഡ് ആണ്? 4th പീരീഡ്. ഏത് എലമെന്റ്, ഏത് ബ്ലോക്ക് ആണ്? പി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് പ്രൊഡിക്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാലുള്ളത് കണ്ടു. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാലുള്ള കേസ് കൂടെ കാണുക. പിന്നെ ഇതിന്റെ നമ്മൾ മെയിൻ പഠിക്കേണ്ട പ്രോബ്ലംസ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റിന്റെ കാര്യം. ഓക്കെ, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നാളെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.